കടലിന്റെ ആവാസ വ്യവസ്ഥ തകിടം മറിക്കുന്ന ഖനനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കടലിന്റെ ആവാസ വ്യവസ്ഥ തകിടം മറിക്കുന്ന ഖനനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചിന്റെയും ധർണയുടെയും ഭാഗമായിട്ടാണ് ആലപ്പുഴയിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപം പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു. എന്ന് പറയുന്ന ഒരു സംവിധാനം, ആ ശ്രമം ഇപ്പൊ എവിടെ എത്തി എന്നുള്ളത് ഒരാൾക്കും അറിയില്ല, കേന്ദ്ര ഗവൺമെന്റിനും അറിയില്ല. കേന്ദ്ര ഗവൺമെന്റ് വേറെ ചില പണിയിലാണെന്നുള്ളത് കൊണ്ട് ഇത്തരം പണിയൊന്നും അവർക്കില്ല. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളിയുടെ കണക്കുമില്ല. ഇന്ത്യയിലാകെ എത്ര മത്സ്യത്തൊഴിലാളി ഉണ്ട്? ആരോട് ചോദിക്കാൻ നമ്മൾ? 47 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരു മത്സ്യത്തൊഴിലാളി വകുപ്പ് ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകുന്നത് എപ്പോഴാണ്? അടുത്ത സമയത്താണ്. അതിനൊരു ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയുണ്ടോ? അതില്ല. ഏതൊരാൾക്ക് ചുമതലയുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരാൾക്ക് സഹമന്ത്രി സ്ഥാനമുണ്ട്. കോട്ടയത്തുള്ള ജോർജ് കുര്യൻ എന്ന് പറയുന്ന ആള് സഹമന്ത്രിയാണ്. ഇപ്പോഴാണ് ഇത് ചെറുതായിട്ടെങ്കിലും നമുക്ക് കാണാൻ ഒക്കുന്നത്. ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് PI ഹാരിസ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി C ശ്യാംജി, C രത്നകുമാർ, വിനോദ് കുമാർ, ഷാനവാസ്, PP പവനൻ, ഷീന സജി എന്നിവർ സംസാരിച്ചു. കടലിൽ ഖനനം നടത്തുന്നതോടെ മത്സ്യസമ്പത്തും ജൈവ വൈവിധ്യങ്ങളും തകർച്ചയിലാകുമെന്നും മത്സ്യങ്ങൾ കൂട്ടത്തോടെ തീരം വിട്ടുപോകാൻ ഇതിടയാക്കുമെന്നും മാർച്ചിലും ധർണയിലും ചൂണ്ടിക്കാട്ടി.